ഈ ക്രിസ്റ്റോ പറഞ്ഞു ഈ രണ്ടുപേരും രണ്ട് മെത്തേഡ് യൂസ് ചെയ്ത് ആക്ട് ചെയ്യുന്നവരാണ്. ഒരാൾ ഭയങ്കര സ്പോണ്ടേനിയസും ഒരാൾ ഭയങ്കര വെൽ പ്രിപ്പയർഡും. അപ്പോൾ ശരിക്കും എങ്ങനെ ഈ കോ ആക്ടേഴ്സ് ഭയങ്കര അടിപൊളിയാകുമ്പോഴാണോ നമ്മുടെ പെർഫോമൻസ് നന്നാക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിൾ ആവുള്ളൂ. ഉർവശി മാം എത്രത്തോളം പാർവതിനെ റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട്? അതെ ഇതിലൊരു 100% എന്നെ റെസ്പോൺസിബിൾ ആക്കിക്കൊണ്ടിരുന്നത് ചേച്ചി തന്നെയാണ്. പിന്നെ ഓബ്വിയസ്ലി ആദ്യം കഥ പറയുമ്പം ക്രിസ്റ്റോനോടുമായിട്ട് ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസും റീഡിങ്സും അഞ്ജു എന്താണ് അഞ്ജു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളും അഞ്ജുവിൻ്റെ തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ചേച്ചി ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ പന്തെറിഞ്ഞ് കളിക്കുന്ന പോലെ ഓരോന്നും പറയുന്നു പറയാതിരിക്കുന്നു. സോ ചേച്ചിയുടെ മെത്തേഡാണോ ഇനി മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല. അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്നെ നമ്മൾ കുറേ പിടിച്ചു വെച്ച് അഭിനയിക്കണം അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല, അത് ലീലാമ്മ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത്. അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ആകുമ്പോഴാണ്. അപ്പോൾ ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ നല്ലോണം ചേച്ചീനെ മിസ് ചെയ്യും. കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു എന്താണ് ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മളുടെ കൂടെ ആ ഒരു കലാസൃഷ്ടിൻ്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോ ആക്ടറിനെ നമുക്ക് കിട്ടുമ്പോൾ, അതും ചേച്ചിയെ പോലെ ഒരു സീനിയർ ചേച്ചി അത്രയും ജനറസ് ആണ് സെറ്റിൽ, അത് ആരോടാണെങ്കിലും, എന്നോട് മാത്രമല്ല. അപ്പോൾ എനിക്ക് അത് എന്നെ വളരെയധികം റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതെന്നെ ഇനിയും എനിക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.